നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പഠിച്ചത് പരാബോള സർക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു പഠിച്ചത്. ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എലിപ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. രണ്ട് ടൈപ്പ് എലിപ്സ് ആണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ ടൈപ്പിൽ വരുന്നത്. ഇതില് എലിപ്സിലെ കുറച്ച് കണ്ടീഷനുകൾ നമുക്ക് ഇതിൽ അകത്ത് വരുന്ന കുറെ ടേമുകൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്ന ഇതിലുള്ള ക്വസ്റ്റ്യനുകൾ എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. പരാബോള ചെയ്യുമ്പോഴും അതുപോലെ സർക്കിൾ ചെയ്യുമ്പോഴും തന്നെയാണ് ഇതും പഠിക്കേണ്ടത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ആക്സിസിനെ, ഇത് മുതൽ ഇത് വരെയുള്ള ലെന്തിനെ, ഇതിനെ മേജർ ആക്സിസ് എന്നാണ് പറയുന്നത്. ഇതിനെ പറയുന്ന പേരാണ് മേജർ ആക്സിസ് എന്ന് പറയും. ദെൻ ഈ ആക്സിസ് എന്ന് പറയുന്നത്, ഇവിടെയുള്ള ഈ ആക്സിസ് എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള ലെന്ത് എന്ന് പറയുന്നത്, ഇത് മുതൽ ഇതുവരെയുള്ള ലെന്ത് എന്ന് പറയുന്നത് മൈനർ ആക്സിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മേജർ ആക്സിസും കാണും, അതുപോലെ മൈനർ ആക്സിസും കാണും. അപ്പോൾ മേജർ ആക്സിസിന്റെ ലെന്ത് എന്ന് പറയുന്നത്, നമ്മൾ ഇത് ടോട്ടൽ ലെന്തിനെ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മേജർ ആക്സിസിന്റെ ലെന്ത് എന്ന് പറയുന്നത് 2a ആണ്. എ പ്ലസ് എ എന്ന് പറയുന്നത് എന്താണ്? 2a ആണ്. മേജർ ആക്സിസിന്റെ ലെന്ത് എന്ന് പറയുന്നത് 2a ആണ്. ദെൻ മൈനർ ആക്സിസിന്റെ ലെന്ത് എന്ന് പറയുന്നത് 2a എന്ന് പറയുന്നത് ഇവിടെയാണ്, 2a ആണ് ഇതിന്റെ മേജർ ആക്സിസിന്റെ ലെന്ത് എന്ന് പറയുന്നത്. ദെൻ മൈനർ ആക്സിസിന്റെ ലെന്ത് എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് b ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. b പ്ലസ് b എന്ന് പറയുന്നത് 2b ആണ് മൈനർ ആക്സിസിന്റെ ലെന്ത് എന്ന് പറയുന്നത്. മൈനർ ആക്സിസിന്റെ ലെന്ത് എന്ന് പറയുന്നത് 2b ആണ്. അപ്പോൾ നമ്മളടുത്ത് ചോദിക്കുകയാണ് ലെന്ത് ഓഫ് ദ മേജർ ആക്സിസ്. ലെന്ത് ഓഫ് ദ മേജർ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? 2a ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലെന്ത് ഓഫ് ദ മൈനർ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2b ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്ന കാര്യമാണ്. എക്സെൻട്രിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ബാക്കിയുള്ളതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ്. സി എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. E = C/A എന്ന് പറയുന്നതാണ് എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ ഈ രണ്ട് ടൈപ്പ് എലിപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് മേജർ ആക്സിസിന്റെ ലെന്ത് എന്ന് പറയുന്നത് ഹൈ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് എക്സ് ആക്സിന് ഇതായിട്ടാണ് വരുന്നതെങ്കിൽ, എക്സ് ആക്സിലാണ് വരുന്നതെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇതിലെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? x² + a² + b² = 1 ആണ്. x² + a² + y² + b² = 1 എന്ന് പറയുന്നതാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ ലെന്ത് ഓഫ് ദ ലാക്ടസ് റെക്ടം എന്ന് പറയുന്നത്, ഇത് പഠിച്ചു വെച്ചിരിക്കണം. ലെന്ത് ഓഫ് ദ ലാക്ടസ് റെക്ടം എന്ന് പറയുന്നത് 2b² a ആണ്. 2b² a ആണ് ലെന്ത് ഓഫ് ദ ലാക്ടസ് റെക്ടം എന്ന് പറയുന്നത്. ഇതില് എയും ബിയും സിയും കണക്റ്റിംഗ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ a² = b² + c² ആണ്. a² = b² + c² ആണ് എന്തെന്ന് പറയുന്നത് ഈ കണക്റ്റിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് a² = b² + c² ആണ്. ദെൻ ഈ ഫോക്കസ് എന്താണ് നമ്മൾ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ, ഫോക്കസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് മുതൽ ഇതുവരെയുള്ള ലെന്താണ് c എന്ന് പറയുന്നത്. അപ്പോൾ c, 0 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫോക്കസ്. ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത് -c, 0 എന്ന് പറയുന്നതാണ്. അതായത് ഇവിടുത്തെ c എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, c എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് ചെറുതാണ് ഇതിനെ കൺസിഡർ ചെയ്യുമ്പോൾ, a കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് E = C/A ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും 1നേക്കാളും എന്തായിട്ടുള്ള വാല്യൂ ആയിരിക്കും? ചെറുതായിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, C/A ആണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. 1നേക്കാളും ചെറുതായിട്ടുള്ള വാല്യൂ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 1നേക്കാൾ ചെറുതാണെങ്കിൽ, എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 1നേക്കാൾ ചെറിയ വാല്യൂ ആണ് തരുന്നതെങ്കിൽ അത് ഒരു എലിപ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞിരിക്കുകയാണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് <1 ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഫിഗറിന് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് <1 ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ അപ്പോഴേ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എലിപ്സ് ആയിരിക്കും. ദെൻ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ആ എലിപ്സ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വരുന്നത്. രണ്ടാമത്തെ എലിപ്സ് എന്ന് പറയുന്നത് ഈ രീതിയാണ്. ബാക്കി എല്ലാ കൺസിഡറേഷനും എല്ലാം സെയിം ആണ്. ഇവിടെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. x² / b² + y² / a² = 1 എന്ന് വരും. ഓക്കെ, x² /
b square, x square by b square plus y square by a square is equal to 1. ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ലെന്ത് എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള ലെന്താണ് എക്സ് ആക്സിൽ വരുന്നത്. അപ്പോൾ എക്സിന്റെ ടേമാണ് താഴെ എഴുതേണ്ടത്. അതായത് ഇവിടെ ചെറിയ ലെന്ത് ആയതുകൊണ്ട് ബി ആണ്. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ എലിപ്സ് എന്ന് പറയുന്ന കണ്ടീഷനകത്ത് പഠിക്കേണ്ട ആകെയുള്ള കണ്ടീഷനുകൾ പോയിന്റുകൾ ഇത്ര മാത്രമാണ്. ഇത്രയും പോയിന്റുകൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എലിപ്സിലെ എല്ലാ ക്വസ്റ്റ്യനുകളും ചെയ്യാൻ കഴിയുന്നതാണ്. ഡയറക്റ്റ് ഇക്വേഷൻ തന്നിട്ട് എലിപ്സിന്റെ ഇക്വേഷൻ തന്നിട്ട് നിങ്ങൾ എന്ത് എഴുതാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് എലിപ്സിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിന്റെ എക്സെൻട്രിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ സി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എ കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് ഏത് പോയിന്റ് തന്നിരുന്നാലും ഇതിന്റെ കണക്റ്റിംഗ് ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. ഇത്രയാണ് എലിപ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഏതെന്ന് പറയുന്നത് ഹൈപ്പർബോള എന്ന് പറയുന്ന കാര്യം. അതില് ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ പോയിന്റ് കൂടെ പറഞ്ഞ് ഈ ചാപ്റ്റർ മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക് ആണ്. അതെന്ന് പറയുന്നത് ഹൈപ്പർബോള എന്ന് പറയുന്ന കാര്യമാണ്. ടോപ്പിക് എന്ന് പറയുന്നത് ഹൈപ്പർബോളയാണ്. ഹൈപ്പർബോളയും നമ്മൾ എലിപ്സ് പോലെ തന്നെയാണ്. രണ്ട് ടൈപ്പ് ഹൈപ്പർബോളയാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ ടൈപ്പ്, ഈ ഫിഗറിൽ തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഈ ഫിഗറിൽ തന്നിരിക്കുന്നത്. ഇതിലും പഠിക്കാനുള്ളത് 2-3 പോയിന്റുകൾ മാത്രമാണ്. ആ പോയിന്റുകൾ അറിയാമെങ്കിൽ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളെ കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യനുകൾ മാത്രമാണ്. ഡയറക്റ്റ് ഇക്വേഷൻ തന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് സെന്റർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വെർട്ടിസസുകൾ കണ്ടുപിടിക്കുക, എയും സിയും കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യനുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ടൈപ്പിലാണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ പോയിന്റുകൾ ഏതൊക്കെയാണ്? ഈ വെർട്ടിസസുകൾ, ഇതിനെ വെർട്ടിസസ് എന്ന് പറയും. ഈ വെർട്ടിസസുകൾ എന്ന് പറയുന്നത് എക്സ് ആക്സിൽ വരുന്നത് a,0, എക്സ് ആക്സിൽ തന്നെ വരുന്ന രണ്ടാമത്തെ വെർട്ടിസസ് എന്ന് പറയുന്നത് -a,0 ആണ്. ദെൻ ഇവിടുത്തെ രണ്ട് പോയിന്റുകളുണ്ട്, സെന്റർ ആയിട്ടുള്ള പോയിന്റുകളുണ്ട്. c,0യും -c,0 എന്ന് പറയുന്ന ഇക്വേഷനും ഉണ്ട്. ദെൻ അതിലെ ഒരു ഇക്വേഷൻ ഈ ടൈപ്പിലാണ് വരുന്നതെങ്കിൽ അതിന്റെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഓഫ് എ ഹൈപ്പർബോള എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ 1 ആണ്. ഇവിടെ പ്ലസ് ആകുമ്പോഴാണ് അതിൽ എക്സ് ആകുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഹൈപ്പർബോള എന്ന് പറയുന്നത് y ആക്സിൽ വരുന്ന ഹൈപ്പർബോളയാണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് അതിന്റെ എക്സിന്റെയും വൈയുടെയും ടേമുകൾ മാത്രം മാറ്റി എഴുതുക. അതായത് y സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ്. ഇവിടെ എക്സെൻട്രിസിറ്റിയുടെ കണ്ടീഷൻ ഈസ് ഈക്വൽ ടു സി ബൈ എ തന്നെയാണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സി എന്ന് പറയുന്ന വാല്യൂ ആണ് ലെന്ത് കൂടുതൽ, വലിയ വാല്യൂ എന്ന് പറയുന്നത് സി ആണ്. എയുടെ വാല്യൂ എന്ന് പറയുന്നത് ചെറുതാണ്. അതായത് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1നേക്കാളും ചെറിയ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? ഹൈപ്പർബോള എന്ന് പറയാം. ഓക്കെ, എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് 1നേക്കാൾ ചെറിയ വാല്യൂ ആണ് ലഭിക്കുന്നതെങ്കിൽ അതിനെ ഹൈപ്പർബോള എന്ന് പറയുന്നു. എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് 1 എന്ന് പറയുന്ന വാല്യൂ ആണ് ലഭിക്കുന്നതെങ്കിൽ അതിനെ പരാബോള എന്നാണ് പറയുന്നത്. അതായത് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അതിനെ പരാബോള എന്നും, എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിനെ എലിപ്സ് എന്നും, എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? സി ബൈ എ ആണ് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുന്നത്. സി എന്ന് പറയുന്നത് ഇവിടെ വലുതാണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിനെ ഹൈപ്പർബോള. ഇത് എലിപ്സ്, ഇത് പരാബോള. ഓക്കെ, അപ്പോൾ 3 കണ്ടീഷനാണ് എക്സെൻട്രിസിറ്റി ഉപയോഗിച്ച് പറഞ്ഞത്. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് സി ബൈ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സി ബൈ എ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 1 ആണ് ലഭിക്കുന്നതെങ്കിൽ അതിനെ പരാബോള എന്ന് പറയുന്നു. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ് ലഭിക്കുന്നതെങ്കിൽ അതിനെ ഹൈപ്പർബോള എന്ന് പറയുന്നു. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ് ലഭിക്കുന്നതെങ്കിൽ അതിനെ എലിപ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എക്സെൻട്രിസിറ്റി തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് ഏത് ഫിഗർ ആണ്? 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്
വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ദെൻ അതിന്റെ രണ്ടാമത്തെ ലെങ്ത് ഓഫ് ദി ലാക്ടസ് റെക്ടം എന്ന് പറയുന്നത് നമുക്ക് എലിപ്സ് പോലെ തന്നെയാണ്. ലെങ്ത് ഓഫ് ദി ലാക്ടസ് റെക്ടം, ലെങ്ത് ഓഫ് ദി ലാക്ടസ് റെക്ടം എന്ന് പറയുന്നത് 2b² ആണ്. 2b² ആണ് ലെങ്ത് ഓഫ് ദി ലാക്ടസ് റെക്ടം എന്ന് പറയുന്നത്. 2b² ആണ് ലെങ്ത് ഓഫ് ദി ലാക്ടസ് റെക്ടം എന്ന് പറയുന്നത്. 2b² ആണ്. ഓക്കെ, ദെൻ നമ്മൾ ലെങ്ത് ഓഫ് ദി ലാക്ടസ് റെക്ടം പറഞ്ഞു. അതിനുശേഷം ഇതിന്റെ ഒരു കണക്റ്റിംഗ് ഇക്വേഷനും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. b² c² മൈനസ് a² ആണ് ഇവിടുത്തെ കണക്റ്റിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. b² c² മൈനസ് a² എന്ന് പറയുന്നതാണ് കണക്റ്റിംഗ് ഇക്വേഷൻ. b² c² മൈനസ് a². മറന്നു പോകരുത്, ഇതാണ് കണക്റ്റിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 11ാമത്തെ കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള എല്ലാ ടോപ്പിക്കും 4 ടോപ്പിക്കുകളാണ് വന്നിട്ടുള്ളത്. അതിൽ ഒന്ന് സർക്കിൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ ചോദിക്കാനുള്ളത് പറഞ്ഞായിരുന്നു. രണ്ടാമത് പരാബോളയിലെ കണ്ടീഷൻ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. മൂന്നാമതായിട്ട് എലിപ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്, എലിപ്സിന്റെയും ഇക്വേഷൻ അറിയാമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹൈപ്പർബോളയും പരാബോളയും വേർതിരിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിരിക്കും എന്താണ് ഹൈപ്പർബോള അല്ലെങ്കിൽ പരാബോള എന്ന് പറയുന്ന കണ്ടീഷൻ എടുത്ത് പറഞ്ഞിരിക്കും എന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് സർക്കിൾ ഇമ്പോർട്ടന്റ് ആണ്, എലിപ്സ് ഇമ്പോർട്ടന്റ് ആണ്, പരാബോള ഇമ്പോർട്ടന്റ് ആണ്. ഹൈപ്പർബോള അങ്ങനെ ചോദിച്ച് കാണാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കൂല എന്നല്ല. ഈ എലിപ്സ് ചെയ്യാൻ അറിയാവുന്ന എല്ലാവർക്കും തന്നെ ഹൈപ്പർബോളയും ചെയ്യാൻ പറ്റും. ആകെ ഇക്വേഷനുകൾ മാത്രമേ പഠിച്ചു വെക്കേണ്ടതുള്ളൂ. കണക്റ്റിംഗ് ഇക്വേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം എക്സെൻട്രിസിറ്റിയും ലെങ്ത് ഓഫ് ദി ലാക്ടസ് റെക്ടം എന്ത് തന്നെയാണ്, എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ്. ഏതിലൊക്കെ എലിപ്സിലും ഹൈപ്പർബോളയിലും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, എക്സെൻട്രിസിറ്റിക്ക് ഒരു മാറ്റവുമില്ല, എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്രയും പോയിന്റുകൾ മനസ്സിലാക്കിയതിനു ശേഷം ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക. ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളെ എല്ലാം എക്സസൈസിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് ചെയ്തു നോക്കുക. അതിലുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കത്തുള്ളൂ. അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.